റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കണക്കിലാക്കി വരുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ഘട്ടം വെച്ചാണ് ഇപ്പോൾ അസന്റ് എന്ന വാദത്തിലൊന്നും മുറുകെ പിടിക്കുന്നില്ല ഗവൺമെൻറ്. അതിനേക്കാൾ കൂടുതൽ കൊടുക്കാനാകുന്ന സാഹചര്യമുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കുകയാണ്. ആ സാഹചര്യം ഉണ്ടായാൽ അതും നടത്തി കൊടുക്കാൻ ഒരു പ്രയാസവും ഗവൺമെൻറ് ഉണ്ടാകില്ല. ഏതെങ്കിലും വിധത്തിൽ ദുരന്തബാധിതരോട് ചേർത്ത് നിൽക്കാനും അവരെ ചേർത്ത് നിർത്താനും ലഭ്യമായ മുഴുവൻ സഹായങ്ങളും കൊടുക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്തെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ ദുരന്തബാധിതരുടെ മുമ്പിലേക്ക് ആരെങ്കിലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും വില പോകുന്ന പ്രശ്നമില്ല. അവർ ആ പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ ആരുമായിട്ടും ആ കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്യാൻ ഒരു പ്രയാസവുമില്ല. ലിസ്റ്റിലും പെടാത്ത ആളുകളുണ്ട് എന്ന പരാതികൾ വരുന്നുണ്ട്. അത്തരം പരാതികൾ പരിശോധിക്കും. ആ പരാതികൾ കൊടുക്കാമല്ലോ. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു വിവാദത്തിന് തിരികൊളുത്തേണ്ട പ്രശ്നമേ അല്ല. ആ നടപടിക്രമങ്ങളിലെല്ലാം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഒന്നാമത്തെ ലിസ്റ്റ് ദുരന്തബാധിതരുടെ ഭാഗമായിട്ട് വീട് നഷ്ടപ്പെട്ടവർക്കാണ്. രണ്ടാമത്തത് ജോൺ മത്തായി വരച്ച മേഖലയ്ക്കുള്ളിൽ പെടുന്നവരാണ്. ആർക്കും പരാതി കൊടുക്കാം. പരാതിയെ സംബന്ധിച്ച് ഏറ്റവും സുതാര്യമായ പരിശോധന നടത്തും. ഈ മാനദണ്ഡങ്ങളിൽപ്പെട്ട ഒരു ദുരന്തബാധിതനെയും ഒഴിവാക്കപ്പെടില്ല ഒരു ലിസ്റ്റിൽ നിന്നും. ഇപ്പോൾ സമരം തുടങ്ങിയിരിക്കുകയാണ് അവിടെ. അല്ല, ഞാനതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. സർക്കാരിൻ്റെ നിലപാട് സർക്കാർ എടുത്തു പോകുന്നുണ്ട്. ഒരു പ്രയാസവും ആരും അനുഭവിക്കേണ്ടി വരില്ല. ജനാധിപത്യത്തിനകത്ത് പ്രതിഷേധിക്കാനുള്ള അനുവാദം എല്ലാവർക്കും ഉണ്ട്. അതിനെ സർക്കാർ ചോദ്യം ചെയ്യുന്നില്ല. അവരുടെ ആവശ്യങ്ങൾ കൃത്യതയോടുകൂടി നടപ്പിലാക്കുന്ന പാരലലായിട്ടുള്ളൊരു വർക്ക് വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പ്രയാസവും അക്കാര്യത്തിലുണ്ട്. നാളെ സമരമുഖത്തേക്ക് പോകാൻ ഡൽഹിയിൽ സമരം ചെയ്യുന്നതാണ്. അല്ല, ഞാൻ പറയുന്നത് സമരം എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ മാധ്യമ സുഹൃത്തുക്കളോടും ബാക്കി എല്ലാവരോടും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 9 മാസക്കാലത്തിനിടയിൽ ഒരു തവണ പോലും വയനാട് ദുരന്തത്തെ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ഒരു ഘടകത്തിലും പരാമർശിക്കാത്ത പിന്നെ വളരെ ഗൗരവമായ കേരളത്തിനോടുള്ള ശത്രുതാപരമായ നിലപാടാണല്ലോ കേന്ദ്രം എടുത്തു പോകുന്നത്. അതിനെക്കുറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരണ്ടേ? സ്വാഭാവികമല്ലേ അങ്ങനെ ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നത്? എന്തേ കേരളത്തിനോട് ഇത്ര വിരോധം? കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? എന്താണ് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന വിഹിതം കേരളത്തിൽ കിട്ടാതെ പോകുന്ന ഈ ദുരന്തം ഏതെങ്കിലും വിധത്തിൽ കുറവുണ്ടായതാണോ? അപ്പോൾ അതൊരു ശരിയായ കാര്യമല്ല. സമരങ്ങൾ ഉണ്ടാകട്ടെ. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അവകാശമാണ് സമരങ്ങൾ ചെയ്യുക എന്നുള്ളത്. സർക്കാർ കൃത്യമായ ധാരണയോടുകൂടി ഏറ്റവും നല്ല വഴികളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ദുരന്തബാധിതർ സമരത്തിലേക്ക്, കുടിൽകെട്ടി സമരത്തിലേക്ക്, സെക്രട്ടറിന് മുന്നിലേക്ക് സമരമായൊക്കെ എത്തുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രിയുടെ ആ പ്രതികരണം. ദുരന്തബാധിതരെ ചേർത്ത് നിർത്തും എന്നുള്ള മന്ത്രി ആവർത്തിച്ച് പറയുന്നു. ദുരന്തബാധിതരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, സമരത്തെക്കുറിച്ചൊന്നും പറയാനില്ല എന്നാണ് റവന്യൂ മന്ത്രി പറയുന്നത്. അങ്ങനെ റവന്യൂ മന്ത്രി പറയുമ്പോഴും സമരക്കാർ ഉന്നയിക്കുന്ന പല ആവശ്യങ്ങൾ തികച്ചും ന്യായവും തികച്ചും യുക്തിബദ്ധവുമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം.